ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ അമ്പലത്തിലെ ചോറൂണിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാനും തനൂട്ടിയും മാധുസും എല്ലാവരും കൂടി ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഏട്ടൻ്റെ അമ്മയുണ്ട്. ഇവിടെ ഏട്ടനില്ല, ഏട്ടൻ ജോലിക്ക് തിരിച്ചു പോയതുകൊണ്ട് തനൂട്ടിക്ക് ചോറ് കൊടുക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തനൂട്ടിക്ക് ചോറ് കൊടുക്കുകയാണ്. നമ്മൾ പപ്പടവും ഉപ്പും പുളിയും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം, തൈരും. പിന്നെ അവിടുന്ന് നമുക്ക് ചോറും തരും, പായസവും തരും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെയായിട്ട് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ ആദസും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇരിക്കുന്നത് ഭഗവാന്റെ നടയുടെ അടുത്ത് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് നട അടച്ചിട്ടിരിക്കുമായിരുന്നു പൂജയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അതിന് ശേഷമാണ് ഞങ്ങൾ ചോറ് കൊടുക്കാനായിട്ട് കയറിയത്. ആദസാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എല്ലാത്തിൽ നിന്നും ശകലിച്ച് ഇങ്ങനെ എടുത്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് തനുവിനിങ്ങനെ വായി വെച്ച് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താവുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാത്തിലെയും മിക്സ് ചെയ്ത് ശകലം ഞാൻ തനൂസിൻ്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്തിരുന്ന ആദുസിന് ചോറ് വേണമെന്ന് പറഞ്ഞതാ എന്നെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ പിന്നെ ആദസിനും കൂടി ഇങ്ങനെ വായി വെച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനെ കൊടുക്കാവോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിനിങ്ങനെ വായി വെച്ച് കൊടുത്തു കേട്ടോ. അവന് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 8 മണി ആയപ്പോഴാണ് ഇവിടുന്ന് പോയത്. 8:30 ആയപ്പോഴത്തേക്കിന് അവിടെ നട അടച്ചു കുറച്ച് നേരത്തേക്ക്. അതിന് ശേഷം തുറന്നത് 8:45 ആകാറായപ്പോഴാണ്. അപ്പോഴത്തേക്കിന് തനൂസിനും ആദുകുട്ടനും നല്ല വിശപ്പ് തുടങ്ങിയിരുന്നു. പിന്നെ തനൂസിന് അച്ചമ്മയും ചേച്ചിയും എല്ലാവരും ശകലിച്ച് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. എന്ത് പറഞ്ഞാലും അമ്പലത്തിലെ അന്നദാനവും പ്രസാദവും ഒക്കെ ഒരു പ്രത്യേക സ്വാദാണ്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിലെ പായസമൊക്കെ കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ. തനൂട്ടിയാണെങ്കിൽ അവളുടെ 2 കൈയും വായിക്കകത്തോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചോറ് കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് വീട്ടിലെത്തി. അപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഉഷാറ് ചായ ഇട്ട് കുടിച്ച്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കോഴക്കട്ടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ആദുസ് കഴിക്കും മധുരം ഉള്ളത് കൊണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് കുഴക്കട്ട ഉണ്ടാക്കിയത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ പാലും കുപ്പി തിളപ്പിച്ച് അവനുള്ള പാലും തിളപ്പിച്ച് തനൂട്ടിക്ക് കൊടുക്കാനായിട്ട് റാഗിക്കുറുക്കും ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ആദസ് നല്ല വിശന്നാണ് വന്നത്, അതുകൊണ്ട് ഞാൻ കുഴക്കട്ട എടുത്തു കൊടുത്തു. പക്ഷേ അവനൊരു മൈൻഡും കാണിച്ചില്ല, അതങ്ങനെ മാറ്റി വെച്ചിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തനൂട്ടിനെ ഞാൻ പായിൽ കിടത്തിയതാണ് ഹാളിൽ. അവൾ കണ്ടോ എവിടെ വന്ന് കിടക്കുന്നതെന്ന്. ഇങ്ങനെ റൗണ്ട് അടിച്ച് കമന്ന് വീണിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ദേഹം മുഴുവൻ തുപ്പലൊക്കെ ആക്കി അങ്ങനെ ഒരു വല്ലാത്ത കോലമായപ്പം അവളെ ഞാനിങ്ങ് കുളിപ്പിച്ചു കേട്ടോ. ആദസ് ഈ കോലത്തിലൊക്കെയാണ് TV കാണുന്നത്. രണ്ടാമതും തനൂട്ടിനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്ത് ഇങ്ങനെ വർത്താനം പറയാനായിട്ട് വന്നപ്പോഴത്തേക്കിന് അവളിങ്ങനെ ചെരിഞ്ഞ് വന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നെ അവളുടെ അടുത്ത് ഞാനിങ്ങനെ കുറേ നേരം ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കിന് അവളിങ്ങനെ സൗണ്ട് ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ടും അത് കേൾക്കാനായിട്ടൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവളുമായിട്ട് ഞാനിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആദുസേട്ടൻ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ട് അതേപടി പോയി കേട്ടോ. TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അമ്മയും മോളുമായിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തനൂട്ടിക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. പിന്നെ അവളെ അങ്ങ് ഞാൻ ഉറക്കി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.